വലിയ ഇതിൽ പറയുന്ന സിനിമകളൊക്കെ ചെയ്ത് അതിനെയൊക്കെ ഭയങ്കരമായി സംസാരിച്ച ആൾക്കാരൊക്കെ എന്നോട് ഇത്രയും വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ ഒരു സിനിമ ഓടാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു മോശമായ ഒരു സീൻ ഉൾപ്പെടുത്തുമോ? ഇത്രയൊക്കെയാണോ നമുക്ക് തന്നിട്ടുള്ള ബഹുമാനമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലല്ലോ ഞാനിത് എഴുതുന്നത്. ലാലേട്ടൻ ചെയ്യേണ്ട ഒരു സിനിമയല്ല. മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയതും നമുക്കത് പറയാം. പക്ഷെ ചില ഘട്ടങ്ങളിലെത്തിയപ്പോൾ എനിക്ക് നമുക്കായിട്ടത് മലയാളത്തിൽ ഒരു എണ്ണം പറഞ്ഞ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തിയത് ബ്ലസീറിനെ പറഞ്ഞ പോലെ മീര ജാസ്മിൻ, ലക്ഷ്മി ഗോപാലസ്വാമി, ഇവൻ മന്യ, അതേപോലെ നമ്മുടെ ലക്ഷ്മി ശർമ്മ, അങ്ങനെ കുറേ പേരെ, പത്മപ്രിയ, ഇതൊക്കെ ഒരു കണ്ടെത്തലായിരുന്നല്ലേ ശരിക്കും പറഞ്ഞ അല്ലേ? അതെ അതെ. മീര എങ്ങനെയാണ് കണ്ടെത്തിയത്? മീരയെ കണ്ടെത്തിയത് നമ്മുടെ തിരുവല്ലയിലാണല്ലോ എൻ്റെ പള്ളിയിൽ, ഞങ്ങളൊരു പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ പള്ളിയിൽ ചെന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാനൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, തിരുവല്ലയിലുള്ള ടൗണിലുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ജാസ്മിൻ എന്നാണ് മീരയുടെ പേര്. ജാസ്മിനും ചേച്ചിയും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പം ഞാനും വൈഫ് ഇപ്പുറത്ത്. അപ്പം കുറേ ക്രൗഡുണ്ട്. നമ്മൾ മാറി നിൽക്കുക. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പിള്ളേരല്ലേ ഇവർ, ഇതുപോലുള്ള കുട്ടികളൊക്കെ വേണം സിനിമയിൽ വരാൻ എന്ന് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നീടാണ് ഒരു ചെറിയൊരു പരസ്യ ചിത്രം ഞാൻ ചെയ്യുന്ന സമയത്ത് മീരയുടെ സിസ്റ്ററിൻ്റെ ഒരു മകളോ കൊച്ചുകുട്ടിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് താല്പര്യം, ഈ കുട്ടിയെ ഞാൻ വിളിച്ചു, ജാസ്മിനെ വിളിച്ചു. കാരണം അന്നൊക്കെ നല്ല പ്രൊഫഷണൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വേണമല്ലോ. അവിടെ വെച്ച് ഞാനൊരു അതിൽ കാവേരിയാണ്, കാവേരി നിശാന്ത് സാറുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു പാസിംഗ് ഷോട്ടിനായിട്ട് ജാസ്മിൻ്റെ ഒരു പാസിംഗ് ഷോട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം KTDFCയുടെ ഒരു പരസ്യം ഞാൻ ഊട്ടി വെച്ച് ചെയ്തു. അതിൽ ഒരു മുഖ്യമായ ക്യാരക്ടർ ജാസ്മിൻ പല സീക്വൻസുകളായിട്ട് ചെയ്യുന്നത്. അന്നാണ് ഈ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് അത് ചെയ്തതിന് ശേഷമാണ് ലോഹിയാട്ടിനി സൂത്രധാരനിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് അങ്ങനെ കാണിച്ചു കൊടുക്കും. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. 2004 കാഴ്ച സംഭവിക്കുന്നത് ഈ പറഞ്ഞ പോലെ 13 വർഷം, 2 വർഷം 20 വർഷം നമുക്ക് എടുക്കാം. ഒരു പക്ഷേ ഈ ഒരു 20 വർഷം ഒരു വല്ലാത്ത ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹമായിട്ടുള്ള ഒരു ക്ലാഷസിൻ്റെ പ്രശ്നങ്ങൾ, അത് എന്താണ് ഈ പറഞ്ഞ ഒരു ഉത്തരം കിട്ടാത്ത ഒരു ജീവിതം. പിന്നെ ഇത് ആദ്യമായിട്ട് നമുക്കൊരിക്കൽ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ എന്ന് പറയുമ്പം ഇത് നിങ്ങൾ തന്നെ സംവിധാനം ചെയ്യണമെന്ന് പറയുന്നൊരു ഡിസിഷൻ പറഞ്ഞ് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ കോയിൻസിഡൻസ് സംഭവിച്ചാണോ ഇത്? ശരിക്കും അങ്ങനെ ഇത് സംവിധായകനാകണമെന്നോ അല്ലെങ്കിൽ എഴുത്തുകാരനാണോ, എന്താണ് സംഭവിച്ചത്? എൻ്റെ ഒരു അല്ല, ഒരു സംവിധായകനാകുക എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഈ 86-ൽ ആദ്യ സിനിമയ്ക്ക് പോകുമ്പം തൊട്ട് തന്നെ. കാരണം അതല്ലാതെ ഒന്നും ആകണ്ടെന്നുമായിരുന്നു. പക്ഷെ വേറൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ആകെ ഞാൻ ഒരു പ്രാവശ്യം ഞാനൊരു മെഡിക്കൽ റെപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. ബാങ്കിൽ ഒരു ടെസ്റ്റും ഒരു ഡിഗ്രി കഴിഞ്ഞു സുവോളജി. അപ്പം ഞാൻ അപരൻ എന്ന് പറഞ്ഞ സിനിമ സാറിനോടൊപ്പം, പത്മനാഭൻ സാറിനോടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപരനെ അന്വേഷിച്ച് നടക്കുന്നൊരു വില്ലനുണ്ട്. ആ വില്ലനെ ആ സമയത്ത് ഷൂട്ടിങ് തുടങ്ങിയിട്ടും കിട്ടിയിട്ടില്ല. പലരെ അന്വേഷണങ്ങൾ നടന്നിട്ടും സാറിനതൊരു ഹാപ്പി ആകാതിരിക്കുന്നൊരു സമയത്ത് ഹരിപോത്തൻ സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ഹരിയങ്കൾ ഇങ്ങനെ ഒരു ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് കണ്ണുകൊണ്ട് എന്നെ കാണിച്ചിട്ട് ചോദിച്ചു,
ഇവനായാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് ഈ ഊശാന്താടി മാത്രം ഇങ്ങനെയുള്ള മീശ വലുതായിട്ടില്ല, എന്നാൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുടി കുറച്ചുണ്ട്, അങ്ങനെ ഒരു രൂപ. അപ്പം സാറ് നോക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട സാർ. അതെന്താ? അല്ല, ഞാൻ ഇതിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് വളരെ അത്ഭുതത്തോടുകൂടി അങ്ങനെ സാറ് ഒരു ക്യാരക്ടർ തന്നിട്ട് അത് വേണ്ടാന്ന് പറയുകയും, കാരണം ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഫോക്കസ് പോയനെ. പിന്നീട് ഞാൻ തിരക്കുള്ള നടനൊന്നും ആയില്ലെങ്കിലും പോലും ഞാൻ ഈ എന്താ പറയുക, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലേക്ക് മാറും. അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം പിന്നീട് പല സിനിമകളും വേണ്ടി അഭിനയിക്കാൻ വേണ്ടി നടക്കും. അപ്പം അങ്ങനെ ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നൊക്കെ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ജീവിതം മാറിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇങ്ങനെയുള്ള അഭിനയത്തിലേക്കൊക്കെ മാറിയിട്ട്. അപ്പം അന്ന് ഞാൻ ഡയറക്ടറായാൽ മതിയെന്ന് എടുത്ത തീരുമാനം തന്നെ ഓർക്കുമ്പോൾ എനിക്കും ചിലപ്പം വലിയ അഭിമാനം തോന്നാറുണ്ട്. അപ്പോൾ ആ സമയത്ത്, അതായത് ഇപ്പം കാഴ്ചയുടെ കഥയുമായിട്ട് ആദ്യം പോയത് ശ്രീനിയേട്ടൻ്റെ അടുത്താണ് പറഞ്ഞു. പറഞ്ഞാണ് കഥയും വിദ്യാരംഭത്തിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഉദയനാണ് താരത്തിലേക്ക് പോയി. രണ്ടാമത് മമ്മൂക്കടുത്തേക്ക് തന്നെയാണ് പോകുന്നത് കഥ പറയാൻ. ഞാൻ കഥയായിരുന്നു മൊത്തം. അല്ല, കാഴ്ചയുടെ കഥ ശ്രീനിയേട്ടൻ്റെ അടുത്ത് ആദ്യം കാണുന്ന സമയത്തുനിന്ന് വീണ്ടും ഡെവലപ്മെൻറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം അന്ന് ഗുജറാത്തിൽ നിന്ന് വരുന്നൊരു കുട്ടിയൊന്നും ആയിരുന്നില്ല. നോർത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി ഇങ്ങനെ ഒരു ഓപ്പറേറ്ററുടെ അടുത്ത് വരുന്നു. കാഴ്ച എന്നുള്ളൊരു കഥ ഉണ്ടാകുന്നത് തന്നെ ദേശാടനം എന്ന സിനിമയ്ക്ക് ശേഷം. ജയരാജ്, ഞാൻ ആ സിനിമ വർക്ക് ചെയ്തില്ലെങ്കിലും അതിൻ്റെ മറ്റ് ഡിസ്കഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് അവാർഡുകൾ കിട്ടി. ട്രിവാൻഡ്രം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടുന്ന് ജയൻ എന്നെ വിളിക്കുക, ന്യൂ ജനറേഷൻ സിനിമയുടെ അടുത്ത സിനിമ ചെയ്യുന്നത് നീയാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അന്ന് ന്യൂ ജനറേഷൻ ഫിലിംസ് ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടിരിക്കുന്ന സമയം. ദേശാടനത്തിന് ശേഷം അടുത്തൊരു സിനിമ. അപ്പം അത് എത്രത്തോളം വലിയ ഒരു സിനിമ എന്നുള്ള രീതി എന്തോരം ശ്രദ്ധിക്കപ്പെടേണ്ടിയാണ് എന്നുള്ളതൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്ത് സിനിമ ചെയ്യും. അപ്പം ഞാൻ ജയൻ ട്രിവാൻഡ്രത്തുനിന്ന് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. പിന്നീടുള്ള 2 ദിവസങ്ങൾ എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കഥ കൃത്യമായി നമ്മൾ ഇന്ന സിനിമയാണ് ചെയ്യുന്നത്, നമ്മൾ തന്മാത്രയുടെ ഒരു വിഷയങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതാണ് സിനിമ ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ആദ്യ സിനിമ എന്തായിരിക്കും ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് 2 ദിവസം ഒരുപാട് ആലോചിച്ചു പല കാര്യങ്ങളും. പെട്ടെന്നാണ് ഒരു ഫ്രെയിം മനസ്സിലെത്തുന്നത്. ഒരു വള്ളത്തിൽ ഒരു കൊച്ചു കുട്ടിയിരിക്കുന്നു. അതിൻ്റെ സമീപത്തു നിന്ന് ഒരു സിനിമയുടെ റിഫ്ലക്ഷൻ ഈ വെള്ളത്തിലേക്ക് അടിക്കുന്നു. അപ്പം എങ്ങനെയാണ് റിഫ്ലക്ഷൻ വരുന്നത്? അവിടെ ഒരു സ്ക്രീൻ വലിച്ചു കെട്ടി അവിടുത്തെ ഒരു സിനിമ നടത്തുന്നുണ്ട്, 16mm ഫിലിം. അത് ഭയങ്കരമായിട്ട് മതിക്കുകയും ഞാൻ പെട്ടെന്ന് താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ ഒരു 2ാം നിലയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ റോഡിനപ്പുറത്തായിട്ട് ഒരു റോഡിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലെ കേരള ഫിലിംസ് 16mm എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് കാണുക. ശ്രീ ബാബു തിരുവല്ലായുടെ ഉടമസ്ഥയിൽ നടത്തുന്നൊരിതാണ്. അവിടെ ഇതാണ് പരിപാടി. അവിടെ 16mm സിനിമകൾ ഗ്രാമങ്ങളിലൊക്കെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആകസ്മികതയിൽ നിന്നാണ് കാഴ്ചയിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ തൊട്ട് തുടങ്ങുന്നത്. പിന്നീട് 2022 ആയപ്പോൾ, അതിനു മുമ്പ് ഞാൻ BR പ്രസാദിനുമായിട്ട് ഉള്ള ഒരു സൗഹൃദത്തിൽ BR പ്രസാദിനോട് ഈ കഥ പറയുകയും അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഗിരീഷ് കുമാറുമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു വെറുതെ ഒരു ഭാര്യ എഴുതുന്നതിനൊക്കെ മുമ്പാണ് അദ്ദേഹം സീരിയൽസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കഥ പറയും. ഇതിനൊരു 1 ലൈനൊക്കെ അദ്ദേഹം ഉണ്ടാക്കി തരികയൊക്കെ ചെയ്തിരുന്ന.
അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലുള്ള സിനിമയായിട്ടത് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗുജറാത്ത് എർത്ത് ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായ എർത്ത് തുടർച്ചയായിട്ട് നമുക്ക് ഇവിടെയും കേരളത്തിലും ചെറിയ തരത്തിലുള്ള ഭൂചലനങ്ങളുണ്ടായി. ഒരു ദിവസം ഞാൻ വീട്ടിൽ എൻ്റെ മൂത്ത മകനുമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ ഇരിക്കുന്ന ഇടം കുലുങ്ങുന്ന കണ്ടിട്ട് മുകളിൽ നിന്ന് ചാടി ഓടി ഇറങ്ങി മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ആൾക്കാരും റോഡിൽ എല്ലാവരും ഈ വെളിമ്പ്രദേശം നോക്കി നിൽക്കുകയാണ്. അപ്പം പിന്നീടുള്ള ഒരാഴ്ച മനുഷ്യരുടെയൊക്കെ സ്വഭാവത്തിനൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടായി. കാരണം ഭൂമി എപ്പോൾ വേണേലും നശിക്കാം, അതുകൊണ്ട് നന്മ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ജീവിതം ചിലപ്പോൾ കുഴപ്പമാകുമെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഒരുപാട് മാറ്റമായിരുന്നു. ഇതെന്നെ ഭയങ്കരമായിട്ട് ഇതൊരു വിഷയമാണല്ലോ, അത്തരം ഒരു വിഷയം സിനിമ ഭൂമി പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ആ സമയത്ത് ചിന്തിച്ചു. അങ്ങനെ അത് മാത്രമായിട്ടൊരു സിനിമയിലേക്ക് എത്താൻ പറ്റിയില്ല. പെട്ടെന്നാണ് ചിന്ത, അങ്ങനെ ഒരു ഗുജറാത്തിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് ഈ കുട്ടിയെങ്കിൽ എന്നുള്ള എന്നെ രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നത്. ഒരു ഏകദേശമൊക്കെ ഒരു കൃത്യമായ രൂപത്തിലാണ് ഞാൻ മമ്മൂക്കായടുത്ത് എന്ന് പറയുന്നത്. അപ്പം ശ്രീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞതിൽ നിന്നും വീണ്ടും അവസാനം പറഞ്ഞതല്ല, ആദ്യം പറഞ്ഞതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരുന്നു. കേട്ട ഉടനെ മമ്മൂക്ക ഓക്കെ പറഞ്ഞു? കേട്ട ഉടനെ ആദ്യം അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം കഥ പറയാൻ പ്രശ്നമുള്ള ഒരാളാണ്, ഉച്ചത്തിൽ സംസാരിക്കാൻ പ്രശ്നമുള്ള ഒരാളാണ്, ഭയങ്കരമായ ലാഗോടുകൂടിയേ സംസാരിക്കുകയുള്ളൂ, ഇതൊക്കെയുണ്ട്, ഭയം അറിയാതെയുള്ള ഒരാളാണ്. അപ്പം ഈ കഥ ഞാൻ സേവി മനോമാത്യുൻ്റെ അടുത്തും നൗഷാദിൻ്റെ അടുത്തും, നൗഷാദിന് പിന്നെ നേരത്തെ അറിയാവുന്നതാണ്, പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരാണിത് നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുകയും അവർക്കാർക്കും ഇത് മമ്മൂക്കായടുത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാനെന്നുള്ള അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ അവർ ഈ കഥയിലേക്കും അവരിലേക്ക് എത്തുന്ന അവർ തിരുവനന്തപുരത്ത് പണിത ഒരു ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് പരിപാടിയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയുണ്ടായി, എന്നുവെച്ചാൽ പണിയില്ലാതെ നടക്കുന്ന സമയത്ത്. അപ്പോഴാണ് അതിൻ്റെ ഹോട്ടലിൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്ത് സേവിയുടെ സുഹൃത്തായ സിയാദ് കോക്കർ വരികയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കഥ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും താല്പര്യമായിട്ടാണ് മമ്മൂക്കായുടെ കഥ കേൾക്കാനുള്ളൊരു സമയം ചോദിക്കുന്നത്. അപ്പോൾ സിയാദിക്കയെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുക. സിയാദിക്ക ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ സിയാദിക്ക കഥ പറയും മമ്മൂക്കായുടെ അടുത്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരും കൂടെ CBI ഡയറക്ടറിൻ്റെ ഷൂട്ടിങ് മുഹമ്മയിൽ നടക്കുമ്പോഴാണ് പോകുന്നത്. അപ്പം സിയാദിക്ക പറഞ്ഞു തുടങ്ങിയപ്പം മമ്മൂക്ക പറഞ്ഞു അത് അയാൾ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പണി പാളി എന്നുള്ള എല്ലാവർക്കും മനസ്സിലായത് കഥ കേട്ടിട്ട് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നത്. അപ്പം എന്നിട്ട് എന്നെ അവിടുന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് അപ്പുറത്ത് മാറിയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി ഇരുന്നിട്ടാണ് കഥ കേൾക്കുന്നത്. അത് ഇടയ്ക്ക് ഷോട്ട് റെഡിയായിട്ട് ആൾക്കാർ വിളിക്കാൻ വന്നു ഒക്കെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വേറെ പ്ലാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ട് അവിടുന്ന് എഴുന്നേറ്റില്ല, ഒറ്റ ഇരിപ്പിന് ആ കഥ മുഴുവൻ കേട്ടു. എന്നിട്ട് ചോദിച്ചു ആരാ എഴുതുക? അപ്പം ഞാൻ പല പേരുകൾ പറഞ്ഞു, ലോഹിയേട്ടൻ്റെ പേര് പറഞ്ഞു. പറഞ്ഞല്ല അവരുടെ ഒരു സിനിമയല്ല ഇത് എന്ന് പറഞ്ഞു. പിന്നെ അപ്പം ഓരോരുത്തരെയും ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴും നമുക്ക് വീണ്ടും ടെൻഷൻ കൂടുക. എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ പോലെ അങ്ങ് എഴുതാൻ നോക്ക്, ലാസ്റ്റ് പറഞ്ഞു. പിന്നെ പറ്റത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പലരെയും PF മാത്യൂസ്, അനന്തപത്മനാഭൻ, അങ്ങനെ പല ഗിരീഷ്, അങ്ങനെ പല ആൾക്കാരെയും ഞാൻ വിളിക്കുകയും എഴുതുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഭാഗ്യവശാൽ ഇവരെല്ലാം നല്ല തിരക്കായിരുന്നു, അവർക്കൊന്നും പക്ഷേ എന്നാൽ നമുക്ക് അവിടെ ഡേറ്റ് തരുകയും ചെയ്തു, വളരെ പെട്ടെന്ന് ഡേറ്റ്. അപ്പം ഡേറ്റായി, സ്ക്രിപ്റ്റ് ഇല്ല, അങ്ങനെ എന്ത് ചെയ്യുമെന്നുള്ള വലിയൊരു ഒരു മാസത്തിനുള്ളിൽ സിനിമ ഷൂട്ട് ചെയ്യണം, പക്ഷേ സ്ക്രിപ്റ്റായിട്ടില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് ഞാൻ
ഒരു തിരുവല്ല PWD ഗസ്റ്റ് ഹൗസിൽ ഒരു റൂം എടുത്ത് എഴുതാൻ തുടങ്ങി. അതൊരു തുടക്കമായിരുന്നില്ലേ? അതെ. എത്ര സമയം എടുത്തു ഒരുപാട്? ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 5 ദിവസം കൊണ്ടൊക്കെ ഫസ്റ്റ് ഹാഫ് എഴുതി കഴിഞ്ഞു. ശരി. അപ്പോൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതൊരു ഇങ്ങനെ ഒരു ഭയങ്കര ഒഴുക്ക് പോലെ വന്നു. അങ്ങനെയാണ് കാഴ്ച സംഭവിക്കുന്നത്. ഗുരുവിനുള്ള കാഴ്ചയും കൂടിയായിരുന്നു അത്. അവിടെ തീർന്നില്ല, തന്മാത്ര ഉണ്ടാകുകയാണ്. നേരത്തെ പറഞ്ഞു ആദ്യത്തെ തന്മാത്രയുടെ ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ അൾഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗാവസ്ഥയും ഒക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതെ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറേ സ്റ്റഡി ചെയ്യുകയും ഒക്കെ. മറ്റേ ഇക്ബാൽ സാറ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹമായിട്ടൊക്കെ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ്. പിന്നീട് കഥ യെക്കുറിച്ച് നമുക്ക് നല്ലൊരു വ്യക്തമായ രൂപം ഉണ്ടായിരുന്നു. ഞാനിത് ലോഹിയേട്ടൻ്റെ പറഞ്ഞിട്ടുള്ള ഈ കഥ ഇതിനെക്കുറിച്ച് എഴുതാം. അപ്പം അത് വളരെ കോംപ്ലിക്കേറ്റഡാണ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാകുന്ന പ്രയാസങ്ങൾ, രോഗം കൊണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരുന്നു. അപ്പം പക്ഷെങ്കിൽ കാഴ്ച എഴുതാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് പിന്നെ ഞാൻ തന്മാത്ര പിന്നീട് കാഴ്ചയ്ക്ക് ശേഷം ഞാൻ വേറെ അടുത്ത് സമീപിച്ചില്ല. പിന്നെ നമ്മൾ തന്നെ. അതെ. ലാലേട്ടൻ സമീപിക്കുമ്പോൾ ലാലേട്ടൻ്റെ അച്ഛൻ ഈ അൾഷൈമേഴ്സ് ആണെന്നുള്ള അറിയായിരുന്നു? ഇല്ല. എപ്പോഴാണ് അദ്ദേഹത്തിനെ മോഹൻലാലിൻ്റെ അടുത്താണ് ഇത് പറയാൻ പോകുന്നത് എന്നുള്ളത് എപ്പോഴാണ് വരുന്നത്? ഞാൻ ഇതിൻ്റെ ഒരു രൂപത്തിൽ ഒരു ആദ്യ സിനിമ കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ നിർമ്മിക്കാനായിട്ടും എനിക്കൊന്ന് 10-9 പേര് ഇങ്ങനെ അതായത് വലിയ പ്രഗത്ഭരായ കമ്പനികൾ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നു. അങ്ങനെയാണ് അവസാനം ഈ സെഞ്ച്വറിയിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെയാണ് ഒരു സിനിമയുടെ ഒരു ധാരണ എന്നുള്ളത്, കഥയുടെ ഒരു ധാരണ ഞാൻ കൊടുക്കുകയുണ്ടായി. കാരണം ഞാൻ സാധാരണ ഇങ്ങനെ 1 ലൈൻ അങ്ങനെ എഴുതിയിട്ടല്ല സിനിമ ചെയ്യുന്നത്. കാഴ്ചയ്ക്കൊരു ചെറിയ 1 ലൈൻ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, വലിയ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ പോലും. തന്മാത്രയൊക്കെ എങ്ങനെ എഴുതി ഇമോഷൻ്റെ കൂടെ എങ്ങനെ സഞ്ചരിച്ചാണ് എഴുതുന്നത്. അപ്പം പിന്നീട് തന്മാത്ര എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നിർമ്മാതാക്കളെ വായിച്ച് കേൾപ്പിച്ചപ്പം അവർ പറഞ്ഞു ഇത് സിനിമ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ ഇത്രയും ഇതായിട്ടുള്ള ഒരാളെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ചെയ്യുക, അത് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സമരം പോകുന്നു, ആ സമരത്തിൻ്റെ ഏറ്റവും പുറകിൽ നിന്ന് ഇംഗിലാ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ, സാധാരണ ഒരു നായകനാണല്ലോ മുന്നിൽ നിന്ന് ജാഥ നയിക്കേണ്ടിയ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും സങ്കടത്തിലായി, എന്തു ചെയ്യും. അങ്ങനെയാണ് ലാലേട്ടനെ നേരിട്ട് പോയി കാണാൻ വിചാരിച്ചിട്ടുണ്ട്. നരൻ ഷൂട്ടിങ് പൊള്ളാച്ചി നടക്കുന്ന സമയത്ത് വായിച്ചു കേട്ടിട്ട് അദ്ദേഹം ഇതിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ ഞാൻ അഭിനയിക്കത്തില്ല. അദ്ദേഹം തന്നെ സെഞ്ച്വറി വിളിച്ച് പറയുമായിരുന്നു രാജാൻ്റെ അടുത്ത്, രാജാന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം രാജാന് ബുദ്ധിമുട്ടില്ല, ലാലിന് ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ് പറഞ്ഞു. അതിനകത്ത് ആ കോയിൻസിഡൻസ് ഈ പറഞ്ഞ പോലെ അച്ഛന് അൾഷൈമേഴ്സ് ആയിരുന്നു, പിന്നീടാണ് പറഞ്ഞത് ചേട്ടനത്? അതെ. അതെന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നത്. ആ ഒരു ഷെയ്ഡ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ഒരു ഓർമ്മയില്ല അങ്ങനെ ഒരു കഥാപാത്രം വേഗത്തിൽ വരാൻ പറ്റിയെന്നുള്ളത്. പക്ഷേ അവിടെ തന്മാത്ര തീർന്നില്ല, പിന്നീടുള്ള വളരെ വെല്ലുവിളി കിട്ടുന്ന 2 പടങ്ങൾ കൂടി, ഒന്ന് ഭ്രമരവും മറ്റൊന്ന് പ്രണയവും, 3 പടങ്ങളാണ് ലാലെന്ന് പറയുന്ന നടൻ ബ്ലസ്സിയുടെ പടത്തിൽ അഭിനയിച്ചത്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എങ്ങനെയാണ് ഒരു ടൂളായിട്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ഉപയോഗപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും വേറൊരു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു എഴുത്തുകാരൻ്റെ മനസ്സ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ തന്മാത്ര പോലുള്ള സിനിമ നോ പറയില്ല. അത് തിരിച്ച് ഒരിക്കൽ എൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇത് എഴുതുമ്പോൾ? ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലല്ലോ ഞാനിത് എഴുതുന്നത്. തന്മാത്രയിൽ ഈ ആൾ ഭാര്യയുടെ കൂടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നഗ്നനായി പോയി ഒരു പല്ലിയെ കണ്ടിട്ട് പോകുന്നു എന്ന് പറയുന്നത്, ഇത് എൻ്റെ അടുത്ത് ചോദിച്ചോ ഇങ്ങനെ ചെയ്യുമെന്ന്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കഥാപാത്രം അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്, അത് എനിക്ക് തരുന്ന കോൺഫിഡൻസാണ് അതെന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കാണുമായിരുന്നു. ഭ്രമരത്തിൽ ഒരു ശീർഷാസനത്തിൽ നിൽക്കുന്നുണ്ട്, തലയും കുത്തി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇത് എഴുതിയിട്ട് അതും ചോദിച്ചിട്ടുണ്ട്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും എല്ലാം ധാരണയുണ്ടോ എന്ന്. എനിക്കൊന്ന് പുള്ളി അങ്ങനെ ചെയ്തു, പക്ഷേ പുള്ളി അത് ചെയ്തു.
അങ്ങനെ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് ഇത് അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളതല്ല, പക്ഷേ എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കാം എന്നുള്ളൊരു അതൊരു ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു നടനോടുള്ള കോൺഫിഡൻസാണുള്ളത്. അത് അദ്ദേഹത്തിനോടൊപ്പം മാത്രമല്ല, ഇപ്പം ആടുജീവിതത്തിൽ പൃഥ്വിരാജിനോട് ഇപ്പം നമുക്ക് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടിയല്ലല്ലോ ക്രിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് അവർ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രാപ്തി അവർക്കുള്ളത് കൊണ്ടാണ് അവർ നല്ല നടന്മാരാകുന്നത്. 3 പടങ്ങളിലും പാടിയ ഒരാളാണ്, അങ്ങനെയുണ്ട്, ആ ഒരു ക്രെഡിറ്റും ഉണ്ട്. അതെ അതെ അതെ. കണ്ണാറക്കണ്ണ പോലെയുള്ള വളരെ രസകരമായ പാട്ട്, ഇതളൂർ, അതൊരു ഗംഭീര പാട്ടാണ്. മറ്റേ തന്മാത്രയിൽ ഇംഗ്ലീഷ് പാട്ട് പ്രണയത്തിൽ, അതും ഒരു അപൂർവതയാണ്. അത് 3ഉം പാടിയത് മോഹൻലാലാണ്. അതെ, അങ്ങനെയുണ്ട്. നല്ല പാട്ടുകാരനും കൂടിയാണ്. ആണോ? നമ്മൾ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് മെച്ചമെന്നുള്ളതല്ല ഞാൻ കാണുമ്പോൾ, എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല. ഈ ഇതളൂർന്ന് വീണ പനിതീർത്തളങ്ങൾ എന്ന് പറയുന്ന തന്മാത്രയിലെ പാട്ട്, അത് മറ്റൊരാളും പാടിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഇമോഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പാട്ടിൻ്റെ സൗന്ദര്യത്തിനെക്കാട്ടും കേൾവിയുടെ സുഖത്തിനെക്കാട്ടും ഈ ആളുടെ ശബ്ദത്തിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഫീലിംഗാണ് എനിക്ക് മെച്ചമായിട്ട് തോന്നി. അതുകൊണ്ട് ആണ് ലാലേട്ടൻ പാടി രണ്ടാമത് ലാലേട്ടനെ കൊണ്ട് ആ പാട്ട്. മറ്റേ പാട്ടിലും ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം മെർജാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രണയത്തിലെ ലെണർഡ് കോഹൻ എന്ന് പറഞ്ഞ പാട്ടുകാരനെ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ലാലേട്ടനാണ്. ലാലേട്ടൻ ചെയ്യേണ്ട ഒരു സിനിമയല്ല. ലാലേട്ടൻ്റെ അടുത്ത് ആക്സിഡൻ്റലി ഞാൻ ദുബായ് വെച്ച് റോഷൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്, കാസിനോയുടെ സമയത്ത് ഞാൻ അത് ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയത്. മമ്മൂക്കയോട് പറഞ്ഞിരുന്നു, മമ്മൂക്കായ്ക്ക് അടുത്ത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അത് ഓക്കെ അല്ല. മമ്മൂക്ക ഓക്കെ ആയിരുന്നു. മമ്മൂക്കായ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയതും മമ്മൂക്ക അത് പറയുന്നത്. പക്ഷെ ചില ഘട്ടങ്ങളിലെത്തിയപ്പോൾ എനിക്ക് മമ്മൂക്കായിട്ടത് ഒന്ന് വായിക്കണം, ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഞാൻ. അപ്പോൾ അത് മമ്മൂക്കായ്ക്ക് അത് കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല പിന്നീട്. അപ്പോഴും മമ്മൂക്കായുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്യുതമേനോൻ്റെ ക്യാരക്ടറാണ്, മാത്യൂസ് അല്ല. പിന്നെ ഒപ്പം തന്നെ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് വന്നാലുണ്ടാകുന്ന ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ബാല്യകാലങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോൾ പ്രയാസം തോന്നും. പക്ഷേ അനുപം ഖേറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാല്യം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് മമ്മൂക്കായെ നമ്മൾ വളരെ മുമ്പോട്ട് തന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് വേറൊരാളെ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മാത്യൂസ് അത്ര ശക്തമായിട്ട് വളർന്നിരുന്നില്ല മനസ്സിൽ. അച്യുതമേനോൻ തന്നെയായിരുന്നു. അച്യുതമേനോനിൽ കൂടെയായിരുന്നു നമ്മൾ കഥ പോർട്രേറ്റ് ചെയ്യാൻ ആലോചിച്ചിരുന്നത്. അപ്പോൾ ദുബായ് വെച്ചിട്ടുള്ള ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ലാലേട്ടനുമായിട്ട് കാണുമ്പോൾ ലാലേട്ടൻ ചോദിച്ചു എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്ന് കഥ എന്താണെന്നുള്ളത് കഥ എന്നെ കൊണ്ട് കേട്ടു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു, മാത്യൂസ് ഞാൻ ചെയ്താലോ? അപ്പം വീൽ ചെയർ ഇരിക്കുന്ന ഒരാൾ മോഹൻലാലാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. വെച്ചാൽ അപ്പം എനിക്കതിനൊരു പുതിയ ഒരു ഉണർവ് ഉണ്ടാവുകയാണ്. കാഴ്ച മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം പാട്ടുകൾക്ക് വളരെ പ്രാധാന്യം. അതുപോലെ തന്നെ എൻ്റെ പിക്ചറൈസേഷനിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഓരോ പാട്ടുകളും. ആ പാട്ടുകളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ടല്ലേ, പാട്ടുകളോടും ആ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനോടും. പാട്ടുകൾക്ക് ഒരു സാധ്യത ഉണ്ടാവണം. പാട്ടെന്ന് പറയുമ്പം പാട്ടിന് ഒരു ആവശ്യകത ഉണ്ടാവണം. ആ പാട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണലി കണക്ട് ചെയ്യുന്നതായിരിക്കണം ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ പാട്ടുകൾക്കും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചില പേഴ്സണൽ റിലേഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാഴ്ചയിലെ ടപ്പ് ജാനകിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ളതാണ്.
അപ്പം അക്കരന്നര സായിപ്പ്. അതെ അതെ. അപ്പം അങ്ങനെ ഇപ്പം ഭ്രമരത്തിലെ ബുൾബുള്ളു വായിക്കുക, മോഹൻ്റെ അടുത്ത് പാട്ട് തുടങ്ങുന്ന ബുൾബുള്ളിൽ കൂടെ വേണമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അപ്പം പലപ്പോഴും ഇതിനെ നമ്മൾ ഒരുപാട് മ്യൂസിക് നമ്മളെ ഒരുപാട് വൈകാരികമായി നമ്മളെ യാത്ര ചെയ്യിക്കാൻ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് കഴിയുമെന്നുള്ളതാണ്. കളിമണ്ണിലേക്ക് വരുമ്പോൾ അതുവരെ ഉണ്ടാവാതിരുന്ന വിവാദങ്ങളൊക്കെ വരുന്നത് ആ സിനിമയിലാണ്. ഒരുപക്ഷെ ഒരു വിവാദം ബ്ലസിയുടെ സിനിമയിലെ പ്രധാന ആകർഷണമായിട്ട് വരുന്നൊരു പടമാണ് കളിമണ്ണ്. അത് ലൈവായിട്ട് അവിടുത്തെ പ്രസംഗരംഗം ചിത്രീകരിക്കണം എന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിനൊരു വിവാദം ഉണ്ടാക്കിയതിലൊരു പ്രധാന കാരണം. ഇന്ന് ഇത്ര വർഷങ്ങൾക്കിപ്പുറം എന്ന് ആലോചിക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്നുമല്ലോ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? ആ പ്രസവം ഷൂട്ട് ചെയ്തത് ഒരിക്കലും തെറ്റായിരുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം. പക്ഷെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ആദ്യം എന്നെ രാജീവ് ആഞ്ചല് വിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. ഇത് രഹസ്യമായി വെക്കുകയും സിനിമാ തിയേറ്ററിനുള്ളിൽ വെച്ച് ഇത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു മൈലേജ് പിന്നീട് ഭയങ്കരമായി മാറിയാണ്. ഇതൊന്ന് ആദ്യ വിവാദങ്ങളിൽ സംസാരിക്കാനുള്ളവരെല്ലാം സംസാരിച്ചു, ചീത്ത വിളിച്ചു, തിയേറ്റർ കത്തിക്കും, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞങ്ങ് വൃത്തികേടാക്കി കാര്യങ്ങൾ. അപ്പോഴും ഞാനിത് സൈലൻ്റായിട്ടിരിക്കുകയാണ്. കാരണം ഒരാൾ ഞാൻ ഇത്രയധികം സിനിമകൾ ചെയ്ത ഒരാൾ ഇത്രയും മോശമായിട്ട് ഇതിനെ കാണിക്കുമോ എന്നുള്ള അതിനെക്കുറിച്ച് അവർ പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സാവകാശം കൊടുക്കുമായിരുന്നു. പക്ഷെ അത് തിരിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്ററിലൊരു ഞെട്ടലുണ്ടാവുകയും അത് പിന്നീട് വലിയ പബ്ലിസിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് ആ സിനിമയ്ക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറയാം. അതല്ല, സിനിമ ഒരിക്കലും അതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ഇൻസിഡൻറ്റ് വിദേശത്ത് ഒരു സ്ഥലത്ത് നടക്കുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ ഇതിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാലത്തിന് മുമ്പേ തന്നെ സഞ്ചരിച്ചൊരു സിനിമയാണ്. മുടന്തനായിട്ട് അഭിനയിക്കേണ്ട ഒരു സ്ഥലത്ത് അയാൾ ഒറിജിനൽ മുടന്തനാവേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു വാദങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇല്ല, ഇത് ഇപ്പം നമുക്ക് എല്ലാ ലേബർ റൂമുകളിലും പുരുഷന്മാർക്ക് കയറി ഇത് കാണുകയും ഒക്കെ ചെയ്യാവുന്ന ഒരവസ്ഥയിലൊക്കെ മാറിക്കഴിഞ്ഞത്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ എതിർത്തിരുന്നതല്ലേ എല്ലാത്തിനും, കമ്പ്യൂട്ടറിനെ ഉൾപ്പെടെ എതിർത്തിരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ സിനിമയെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും മോശമായ ഒരു കാര്യമായിട്ടല്ലല്ലോ അതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം എങ്ങനെയാണ് എന്നുള്ളത് സാധാരണ ആൾക്കാർ എത്രത്തോളം പെയിൻഫുള്ളാണ് എന്നുള്ളത് സാധാരണ ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയത്. അതിനൊരു പബ്ലിസിറ്റി വന്നതാണ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ അത് മോശമായെങ്കിൽ മോശമാകാൻ അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് മികച്ച നടിക്കുള്ള അവാർഡ് പോലും അതിന് കിട്ടി. പക്ഷേ ആ അവാർഡിനെ പോലും വിവാദങ്ങളിലേക്കൊക്കെ ആളുകൾ വരച്ചുകൊണ്ട് കൊണ്ടുപോയിരുന്നു. അത് നമ്മൾ ഇവിടെ ഇതിൽ ഞാൻ ചോദിക്കാൻ അത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയങ്ങൾ അങ്ങനെയല്ല. അപ്പം അത് ഇതിനകത്ത് ഞാൻ ആരെയും പേര് പറഞ്ഞ് മോശമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വിവാദം പറയുമ്പോൾ വേറൊരാളെ ഏറ്റവും ചെറുതാക്കി കണ്ടല്ല ഞാൻ സംസാരിക്കേണ്ടതോ എൻ്റെ കഴിവുകളെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇതിനോടൊന്നും റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരാളല്ലല്ലോ ഞാൻ. എൻ്റെ ആദ്യ സിനിമയുമല്ലല്ലോ എന്നെ ഇങ്ങനെ ഇത്രയും ഒരു വലിയൊരു അപകടത്തിലാക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിന് സെൻസറും ഒക്കെ ഇല്ലേ. അല്ലാതെ ഇത് വെറുതെ സിനിമ തിയേറ്ററിലോട്ട് വരത്തില്ലല്ലോ. അപ്പോൾ ഇത്രയും കടമ്പകളുണ്ടാകുമ്പോൾ പലർക്കും ഇത് പറഞ്ഞ് വലിയ ആളാവണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചറിയാൻ ഞാൻ ഒറ്റ വിവാദങ്ങളിൽ ഞാൻ പോയി നിന്ന് കൊടുത്തിട്ടില്ല. കാരണം മറ്റുള്ളവനെ പറഞ്ഞ് രസിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് എന്ത് ആത്മാർത്ഥതയുണ്ടെന്നുള്ളത്. അപ്പോൾ അത്തരം വളരെ പൊള്ളയായ, അതിൽ കൂടുതലും രാഷ്ട്രീയക്കാരാണല്ലോ അതിൻ്റെ അകത്ത് മുൻപന്തിയിൽ നിന്നിരുന്നത്. കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരുന്നു അതിൻ്റെ പിന്നിൽ വന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഏറ്റവും വൈകൃതമാണ്
നമ്മൾ കാണിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ രീതിയോടെ കണ്ടിട്ടുണ്ടാവും. അതെ അതെ അതെ. പക്ഷെ പിന്നീട് ആരെങ്കിലും അതിന് തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. ഇല്ല, സിനിമ തിയേറ്ററിൽ കണ്ടതിന് ശേഷം ആർക്കും ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. കാരണം കാണേണ്ടത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല അതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള ഒരു രീതിയിലും ഒരു രംഗവും ഇല്ല. അതിൽ എത്രയോ മോശമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അന്നൊരു വേദന ഉണ്ടായി മനസ്സുകൊണ്ടെങ്കിലും. തീർച്ചയായിട്ടും വേദനയാണ്. കാരണം ഞാൻ ഇത്രയധികം കാഴ്ച തന്നെ നമ്മളിപ്പം ഈ വലിയ ഇതിൽ പറയുന്ന സിനിമകളൊക്കെ ചെയ്ത് അതിനെയൊക്കെ ഭയങ്കരമായി സംസാരിച്ച ആൾക്കാരൊക്കെ എന്നോട് ഇത്രയും വിശ്വാസമേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു സിനിമ ഓടാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു മോശമായ ഒരു സീൻ ഉൾപ്പെടുത്തുമോ? ഇത്രയൊക്കെയാണോ നമുക്ക് തന്നിട്ടുള്ള ബഹുമാനമെന്ന് തോന്നിയിട്ടുണ്ട്.